ഹലോ ഫ്രണ്ട്സ്, UDID കാർഡ് അഥവാ യുണീക് ഡിസബിലിറ്റി ID കാർഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടുവല്ലോ. നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടു. എന്നാൽ കുറേ പേരുടെ സംശയമാണ് UDID കാർഡിലുള്ള തെറ്റുകൾ എങ്ങനെ തിരുത്താം എന്നുള്ളത്. അതായത് അതിലെ പേരിൽ വന്ന ചേഞ്ചോ അല്ലെങ്കിൽ നമ്മൾ ഡിസബിലിറ്റി കൊടുത്തതിലുള്ള ചേഞ്ചോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ നൽകിയതിലുള്ള തെറ്റോ എങ്ങനെ തിരുത്താമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. UDID കാർഡിൻ്റെ കറക്ഷന് വേണ്ടി ആദ്യം നമ്മൾ UDIDയുടെ വെബ്സൈറ്റിലേക്ക് പോകേണ്ടതുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ലോഗിൻ എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവുക. അവിടെ ലോഗിൻ എന്ന സ്ഥലത്ത് ഫസ്റ്റ് എൻറോൾമെന്റ് നമ്പർ അല്ലെങ്കിൽ UDID നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് ക്യാപ്ചയും കൂടി ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് കാണാവുന്നതാണ്. തൊട്ടപ്പുറത്ത് ലോഗൌട്ട് എന്നുള്ള ബട്ടണും കാണാവുന്നതാണ്. സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാവുന്നതാണ്. അതായത് മൈ അക്കൗണ്ട്, അപ്ഡേറ്റ് പേഴ്സണൽ പ്രൊഫൈൽ, സറണ്ടർ കാർഡ്, ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, മെഡിക്കൽ ക്യാമ്പ്സ് ഓർ ഹോസ്പിറ്റൽ, ഡൗൺലോഡ് യുവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഡൗൺലോഡ് യുവർ UDID കാർഡ്, ഡിസ്ട്രിക്ട് വെൽഫെയർ ഓഫീസർ, ഡിസബിലിറ്റി സ്കീംസ്. നിങ്ങളിവിടെ അപ്ഡേറ്റ് പേഴ്സണൽ പ്രൊഫൈൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് സെക്കൻഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലാണ് അപ്ഡേറ്റ് പേഴ്സണൽ പ്രൊഫൈൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റ് തിരുത്താൻ വേണ്ടി ഡിസ്ട്രിക്ട് വെൽഫെയർ ഓഫീസ് എന്ന ഈ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിലാണ് നിങ്ങളുടെ കാർഡിൻ്റെ കറക്ഷൻസ് ചെയ്യേണ്ടത്. ഞാൻ മേൽ പറഞ്ഞിട്ടുള്ള ഈ ലിങ്കുകളിലൂടെ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ID കാർഡിലുള്ള കറക്ഷൻസ് ചെയ്യാവുന്നതാണ്. കാർഡിന് അപ്ലൈ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷനും അതായത് അപ്ഡേറ്റ് പേഴ്സണൽ പ്രൊഫൈൽ എന്ന ഓപ്ഷനും, ഓൾറെഡി കാർഡ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വെൽഫെയർ ഓഫീസ് എന്ന ഈ ഓപ്ഷനിലേക്കുമാണ് പോകേണ്ടത്. ഈ രീതിയിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്.